ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ഗുഡ്നസ് ടി വിയുടെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഡിവൈൻ വോയ്സിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയാണ്. നമുക്കറിയാം, പ്രതീക്ഷ അറ്റ ശിഷ്യന്മാരാണ് ആ പ്രഭാതത്തിൽ ആ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുക. ആ ഒരു സംഭവം തന്നെ പല കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അവർ യാത്ര ചെയ്യുന്നത് ജെറുസലേമിൽ നിന്നാണ്. ജെറുസലേം നമുക്കറിയാം, അത് ദൈവം തെരഞ്ഞെടുത്ത നാട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള നാട്, ഏത് യഹൂദനും സ്വപ്നം കണ്ടിരുന്ന ദൈവത്തിൻ്റെ നാട്. ആ പ്രകാശത്തിൽ നിന്നാണ് അവർ എമ്മാവുസിലേക്ക് തിരിഞ്ഞു നടക്കുക. വീണ്ടും നമ്മൾ ആ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ മുഖം മ്ലാനമായിരുന്നു, മ്ലാനവദനരായിരുന്നു അവരെന്ന് വചനം പറയുകയാണ്. വീണ്ടും ഈ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ, കൂടെ നടക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മൂടപ്പെട്ട കണ്ണുകളായിരുന്നു അവർക്ക്. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു വിശേഷണം കൂടി നമ്മളവിടെ കാണുന്നുണ്ട്. അവർ പരസ്പരം വാദിച്ചു കൊണ്ടിരുന്നു. ആ സാഹചര്യം നമുക്കറിയാം. എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ വന്നവരാ. യേശു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ട് അഭിമാനം കൊണ്ടവരാ. യേശുവിൻ്റെ ആ വചന മൊഴികൾ കേട്ട് ശക്തി ആർജിച്ചിരുന്നവരാണ്. അത്ഭുതങ്ങൾ കണ്ട് അതിശയപ്പെട്ടവരാണ്. ഓശാന നാളിൽ ആ കഴുതപ്പുറത്തേറി ആ ഗുരു കടന്നു പോയപ്പോൾ ചുറ്റും നിന്ന ജനങ്ങൾ കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിച്ചപ്പോൾ അഭിമാനം കൊണ്ടവരാണ്. പക്ഷെ ഇന്ന് ചിത്രമാകെ മാറിയിരിക്കുകയാണ്. തങ്ങളെല്ലാ പ്രതീക്ഷകളും അറ്റുപോയ നിമിഷം, പെട്ടെന്നെല്ലാം അങ്ങ് അസ്തമിച്ചതുപോലെ, കിട്ടാവുന്നതിൽ ഏറ്റവും മോശമായ ഒരു മരണം വരിക്കേണ്ടി വന്ന തങ്ങളുടെ ഗുരു, എല്ലാ പ്രതീക്ഷയും മറ്റ ശിഷ്യന്മാർ തിരികെ നടക്കുകയാണ് ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക്. അവരുടെ മുഖം മ്ലാനമാണ്, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം തർക്കിച്ച് വാദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കണം. ഒരുപക്ഷെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പലരുടെയും അവസ്ഥ ഇതായിരിക്കാം. ജീവിതമെല്ലാം വളരെ സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. തൊട്ടതെല്ലാം പൊന്നായി കരുതിയിരുന്ന കാലഘട്ടം. എന്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ എന്ത് രസമായിരുന്നു. എന്നാൽ പെട്ടെന്ന് സീനങ്ങ മാറുന്നു. പെട്ടെന്ന് ശാന്തമായി ഒഴുകിയിരുന്ന പുഴ ക്ഷോഭിക്കുന്നു. ഇതാ തങ്ങളുടെ വള്ളം മുങ്ങാറായി എന്നുള്ള അവസ്ഥയിൽ പരിഭ്രാന്തപ്പെടുന്ന ആ മനുഷ്യർ. നമ്മുടെയൊക്കെ അവസ്ഥകൾ ഒരുപക്ഷെ ഇതായിരിക്കാം. ചില രോഗങ്ങൾ, ചില കടബാധ്യതകൾ, ചില മരണങ്ങൾ നമ്മളെയൊക്കെ പരിഭ്രാന്തമാക്കുന്ന അവസ്ഥകൾ, തിരിഞ്ഞ് നടക്കുന്ന ചില അനുഭവങ്ങൾ, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നൊക്കെ കരുതി പോകുന്ന നിമിഷങ്ങൾ. നമുക്ക് മുഖമുയർത്താൻ പറ്റില്ല. അപ്പം മുഖം മ്ലാനമായിരിക്കും. നമ്മുടെ കണ്ണുകൾ ആകെ മൂടപ്പെട്ട അവസ്ഥകൾ. എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുതപ്പെട്ട് അല്ലെങ്കിൽ അതിശയപ്പെട്ട് നിൽക്കുന്ന നിമിഷങ്ങൾ. അപ്പോൾ വാദപ്രതിവാദങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ല, അസ്വസ്ഥതകൾ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ യഥാർത്ഥ അവസ്ഥകളാണ് ഇവിടെ ഈ ശിഷ്യന്മാർ അനുഭവിക്കുക. ഈ നിമിഷത്തിൽ നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും, നമ്മുടെ എല്ലാ വേദനകളും
നമുക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ, നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ എല്ലാം ഈ കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് സൗഖ്യം നൽകട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ സ്പർശിക്കട്ടെ. ആ വചനത്താൽ യേശു നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ പോലും അറിയാതെ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഈശോ. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജെറമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നമ്മൾ പോലും അറിയാതെ നമ്മെ കാണുന്ന, നമ്മെ നയിക്കുന്ന, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ, നഥാനിയേൽ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ, ഫിലിപ്പോസാണ് നഥാനിയേലിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഒത്തിരി സംശയത്തോടുകൂടിയൊക്കെയാണ് നഥാനിയേൽ യേശുവിൻ്റെ പക്കലേക്ക് വരിക. നസ്രത്തിൽ നിന്നൊരു നന്മയുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നഥാനിയേൽ വരിക. പക്ഷെ തൻ്റെ അടുത്തേക്ക് വന്ന നഥാനിയേലിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ കളങ്കമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ. അവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിനക്ക് എന്നെ അറിയാം? നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. ഈശോ കൊടുക്കുന്ന മറുപടി, നഥാനിയേലേ, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരുന്നപ്പോൾ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനൊക്കെ മുമ്പ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. അവരൊറ്റ വചനം പറയുമ്പോൾ നഥാനിയേൽ യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, നീ സത്യമായി ഒരു പ്രവാചകനാണ്. കാരണം നഥാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അത്തിമരത്തിൻ്റെ ചുവട് മറ്റാർക്കും അറിയാത്ത അവൻ്റെ രഹസ്യ ജീവിതമാണ്. അതൊരു പക്ഷേ ആശ്വാസം കിട്ടാൻ വേണ്ടി അവൻ അണഞ്ഞിരുന്ന സ്ഥലമാവാം. അതൊരു പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സങ്കേതമാവാം. ആരും കാണാത്ത, ആർക്കും അറിയാത്ത തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖല. അവിടെയാണ് ഈശോ പറയുക, നഥാനിയേലേ, ഫിലിപ്പോസ് നിന്നെ വന്ന് വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടതാ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എമ്മാവുസിലേക്കുള്ള യാത്രയിൽ മുഖം മ്ലാനമായി, പ്രതീക്ഷയെല്ലാം മറ്റ് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ കൂടെ അവർ പോലും അറിയാതെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പോലും അറിയാതെ ഒരുപക്ഷെ ഈ ഒരു വചനപ്രഘോഷണത്തിലേക്ക് തമ്പുരാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാവാം. നീ അത്തിമരത്തിൻ്റെ ചൂട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അത് ഈ മനോഹരമായ നിമിഷത്തിൽ ഈശോ നമ്മോട് പറയുന്ന വലിയ സത്യം ഇതാണ്. എൻ്റെ മകനെ, മകളെ, നീ ഒരുപക്ഷെ നിരാശയിലാവാം, നീ ഒരുപക്ഷെ ഒറ്റപ്പെട്ടിരിക്കുകയാവാം, നിൻ്റെ എല്ലാ പ്രതീക്ഷയും മറ്റു ജീവിച്ചിട്ടിനി അർത്ഥമില്ല എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ നിന്നെ കാണും, ഞാൻ നിന്നെ അറിയുന്നു. നീ പോലും അറിയാതെ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കണം. മനോഹരമായ ഒരു കഥയുണ്ട്, ഫുട് പ്രിൻസ് എന്നാ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ദൈവത്തിൻ്റെ വലിയ ഭക്തനായൊരു മനുഷ്യൻ ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ അവന് മനോഹരമായ ഒരു സ്വപ്നം. ആ സ്വപ്നം ഇതാണ്: ഒരു കടൽ തീരത്തുകൂടി അവനും അവൻ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ദൈവവും കൂടി ഒരു യാത്ര ചെയ്യുകയാണ്. ആ കടൽ തീരത്തെ ആ മണൽത്തിട്ടയിലൂടെ ഇവരിങ്ങനെ ഉല്ലസിച്ച ദൈവവും ഈ മകനും ഇങ്ങനെ ഒരുമിച്ച് സഞ്ചരിച്ച് പോകുമ്പോൾ ആകാശത്ത് ആ ഇരുളിമയിൽ അവൻ്റെ ജീവിതത്തിൽ ഓരോ രംഗവും ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അവൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ, സങ്കടത്തിൻ്റെ ദിനങ്ങൾ, വേദനയുടെ നിമിഷങ്ങൾ, അത്ഭുതത്തിൻ്റെ നിമിഷങ്ങൾ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇതോരോന്നും കണ്ടിങ്ങനെ മുന്നോട്ട് പോയി അവസാനത്തെ ആ സീനും കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുക, ആ മണൽ തിട്ടയിൽ, ആ കടൽ തീരത്ത് 4 കാൽപാദങ്ങൾ,
ഒന്ന് ദൈവത്തിൻ്റെ കാൽപാദം, ഒന്ന് അവൻ്റെ കാൽപാദം. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന് തിരിച്ചറിഞ്ഞു ചില സമയങ്ങളിലാകെ 2 കാൽപാദങ്ങളെ കാണുന്നുള്ളൂ. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ആ 2 കാൽപാദങ്ങൾ മാത്രം, മറ്റുള്ള സമയത്തൊക്കെ 4 കാൽപാദം. അവൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ, അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടായപ്പോൾ, അവന് സന്തോഷമുണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം 4 കാൽപാദങ്ങൾ അവിടെ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും. എന്നാൽ അവന് ദുഃഖം വന്നപ്പോൾ, അവൻ തകർന്നു പോയ നിമിഷങ്ങൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ, ജീവിതത്തിന് പോലും അർത്ഥമില്ല എന്നൊക്കെ കരുതിയപ്പോൾ അവിടെ 2 കാൽപാദങ്ങളെ കാണുന്നുള്ളൂ. പരിഭവത്തോടെ അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, നീയല്ലേ എന്നോട് പറഞ്ഞത് നിൻ്റെ വേദനയിലും നിൻ്റെ സന്തോഷത്തിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? എൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 4 കാൽപാദങ്ങൾ എനിക്കവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ ഞെരുക്കത്തിലൂടെ കടന്നു പോയപ്പോൾ, ഞാൻ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ, ജീവിതത്തിന് അർത്ഥമില്ല എന്നൊക്കെ കരുതിയപ്പോൾ, മരിക്കണമെന്നൊക്കെ ചിന്തിച്ചപ്പോൾ, എന്തുകൊണ്ട് നീ എന്നെ വേർപിരിഞ്ഞു? എന്തുകൊണ്ട് നീ എന്നെ തനിച്ചാക്കിയിട്ട് മാറി നിന്നു? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മകനെ, നിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 4 കാൽപാദങ്ങൾ നീ കാണുക. എന്നാൽ നിൻ്റെ സങ്കടത്തിൻ്റെ നിമിഷത്തിൽ നീ പറഞ്ഞു 2 കാൽപാദങ്ങളേ ഉള്ളൂ. ശരിയാ, പക്ഷേ നീ മനസ്സിലാക്കുക, ആ 2 കാൽപാദങ്ങൾ നിൻ്റേതല്ല, ആ 2 കാൽപാദങ്ങൾ എൻ്റേതാണ്. അന്ന് നിനക്ക് നടക്കുവാൻ താണിയില്ലാതിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഒക്കത്ത് വഹിച്ചിരിക്കുകയായിരുന്നു. എത്ര മനോഹരമായൊരു കഥയാണ്. നമുക്ക് നടക്കുവാൻ ത്രാണിയില്ലാത്ത സമയത്ത് നമ്മളെ കരങ്ങളിൽ വഹിച്ച് ഒരമ്മ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം. പ്രിയ സഹോദര, സഹോദരി, നീ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ, ഈശോ നിന്നോട് പറയുകയാണ്, മകനെ, മകളെ, നീ തനിച്ചല്ല, നീ എൻ്റെ കരങ്ങളിലാണ്. കാരണം എനിക്കറിയാം നിനക്കിന്ന് തനിയെ നടക്കാൻ ത്രാണിയില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക, നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിലെടുത്ത് എൻ്റെ ചങ്കോട് ചേർത്ത് വയ്ക്കുകയാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവർ പോലും അറിയാതെ അവരുടെ കൂടെ സഞ്ചരിച്ച ഈശോ. പ്രിയ സഹോദരി, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് പ്രതീക്ഷ അറ്റുപോകുമ്പോൾ, പ്രകാശം അറ്റുപോയി നമ്മൾ ഇരുട്ടിലേക്ക് നടക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, തമ്പുരാൻ നമുക്ക് വചനത്തിലൂടെ കടന്നു വരും. ആ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തരും. ഈശോ ഇന്ന് ഈ നിമിഷത്തിൽ നമ്മോട് പറയുക, നീ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നേയില്ല, നീ വചനത്തിലേക്ക് കടന്നേയില്ല. ഞാൻ വചനത്തിലൂടെ നിന്നെ ശക്തിപ്പെടുത്താം. ഞാൻ വചനത്തിലൂടെ നിൻ്റെ കണ്ണുകൾ തുറക്കാം, മൂടപ്പെട്ട നിൻ്റെ കണ്ണുകൾ ഞാൻ തുറക്കാം. മ്ലാനമായ നിൻ്റെ മുഖം ഞാൻ പ്രകാശപൂരിതമാക്കാം എൻ്റെ വചനത്തിലൂടെ. നീ എൻ്റെ വചനത്തിലേക്ക് കടന്നു വാ. അത് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് കാണുക, അവർ പോലും അറിയാതെ അവരുടെ കൂടെ നടന്ന ഈശോ സാവകാശം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണം. പ്രിയ സഹോദരി, സഹോദരന്മാരെ, നമുക്ക് ഈ നിമിഷത്തിൽ ഒരു തീരുമാനമെടുക്കാം. തമ്പുരാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വലിയ ശക്തിയുടെ സ്രോതസ്സായ തിരുവചനത്തെ നമ്മൾ മുറുകെ പിടിക്കുമെന്ന് തീരുമാനിക്കുക. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 119 സങ്കീർത്തനം 105 വാക്യം, ദൈവത്തിൻ്റെ വചനം നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴി പ്രകാശമാണ്. 119 സങ്കീർത്തനം തന്നെ 9 വാക്യം, ഒരു യുവാവ് എങ്ങനെയാണ് നേരായ വഴിയിലൂടെ നടക്കുക? ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പാറയെ തീർക്കുന്ന കൂടമല്ലേ. ദൈവത്തിൻ്റെ വചനം ഞാൻ കണ്ടെത്തി, ഞാനത് ഭക്ഷിച്ചു, അതെനിക്ക് തേനിനേക്കാൾ മധുരമായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പാദങ്ങൾക്ക് വിളക്കായ, വഴിയിൽ പ്രകാശമായ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള അഭിഷേകം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വീണ്ടും നമ്മൾ ഈ ഒരു രംഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുക, ആ യാത്രയുടെ അവസാനത്തിൽ അവരുടെ കൂടെ നടന്ന്
അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരുടെ ഹൃദയം ജ്വലിപ്പിച്ച് ഈശോ അവസാനം ആ യാത്രയുടെ അവസാനത്തിൽ അവരോടൊത്ത് അവരുടെ ഭവനത്തിൽ പ്രവേശിക്കുന്നു. അത്താഴത്തിൻ്റെ സമയത്ത് ആ അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുക്കുന്നു. തിരുവചനം പറയുകയാണ്, അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതെ, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. അവൻ അവരുടെ കൂടെ അവരുടെ ഭവനത്തിൽ പ്രവേശിച്ചു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ, അപ്പം മുറിക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. കൂടെ നടന്ന അപരിചിതൻ യേശുവാണെന്ന് തിരിച്ചറിയുന്ന അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ യേശുവിനെ ദർശിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന അത്ഭുതമാണ് കുർബാന. അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം നമുക്ക് നൽകിയ വലിയ ദാനമായ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ആശ്രയിക്കാം. ആ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ശക്തിയിൽ ഓരോ ദിവസവും ആരംഭിക്കുമെന്ന് തീരുമാനിക്കാം. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ട്, നമ്മുടെ മുഖം പ്രകാശപൂരിതമാകുവാനായിട്ട് കർത്താവിൻ്റെ വലിയ സമ്മാനമായ പരിശുദ്ധ കുർബാന നമുക്ക് ആർത്തിയോടുകൂടെ ആസ്വദിക്കാം. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു സത്യമുണ്ട്. ഈ കർത്താവിൻ്റെ വചനം കേട്ട് ഹൃദയം ജ്വലിച്ചവർ, കർത്താവിൻ്റെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കണ്ണു തുറക്കപ്പെട്ടവർ ഒരടുത്ത നിമിഷം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരികെ നടക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ് പറയുക, യാത്ര അവസാനിക്കുന്നത് ഒരു സന്ധ്യാനേരത്താണ്. ഇതാ നേരം സന്ധ്യയാകാറായി, നമുക്കിന്നിവിടെ വസിക്കാം, അങ്ങനെയാണ് അവർ പറയുക. പ്രകാശത്തിൽ നിന്ന് യാത്ര ചെയ്യുവാൻ എത്തിയത് അന്ധകാരത്തിലാണ്. ആ അന്ധകാരത്തിൽ വെച്ച് വചനം മുറിക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നു, അവർ യേശുവിനെ തിരിച്ചറിയുന്നു. അവരുടനെ തന്നെ എഴുന്നേറ്റ് ആ ഇരുട്ടിൽ നിന്ന് അവർ പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതം. വചനം കൊണ്ട് ജ്വലിച്ച് കഴിയുമ്പോൾ, കുർബാന കൊണ്ട് ശക്തി ആർജിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പ്രകാശത്തിലേക്ക് പോകും. ആ യാത്ര അവസാനിക്കുന്നതോ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിയ ആ സഭയോട് ചേർന്ന, ആ കൂട്ടായ്മയോട് ചേർന്ന, അതേ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവർ, പ്രതീക്ഷ അറ്റുപോയവർ, മുഖം മ്ലാനമായവർ, കർത്താവ് അവരുടെ കൂടെ നടന്ന് വചനം കൊടുത്ത് ജ്വലിപ്പിച്ച്, കുർബാന കൊടുത്ത് ശക്തിപ്പെടുത്തി, കണ്ണു തുറപ്പിച്ച് വീണ്ടും പ്രകാശത്തിലേക്ക് നയിച്ചിട്ട് അവസാനം ആ കൂട്ടായ്മയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടും. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ഈ സഹോദരങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് ഈശോ ഇന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. അതിതാണ്, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര പ്രതീക്ഷയേറ്റാലും നമ്മെ കൈവെടിയുന്നവനല്ല നമ്മുടെ ഈശോ. മറിച്ച് നമ്മെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി നമ്മെ വീണ്ടും കൂട്ടുകൂട്ടുന്ന, നമ്മെ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ആത്മാവ് പോലും നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവം. 99 ആടുകളും കൂടെ ഉണ്ടായിട്ടും അതിൽ സംതൃപ്തിപ്പെടാതെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ഈശോ. ഈശോയ നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുള്ളവരായി മാറാം. നാം എത്ര പരാജിതരായിക്കോട്ടെ, എത്ര പാപത്തിൽ വീണവരായിക്കോട്ടെ, നമ്മെ തേടി പുറകെ വരുന്നവനാണ് നമ്മുടെ ദൈവം. അത്രമാത്രം നമ്മൾ വിലപ്പെട്ടവനാണ്. നീ എനിക്ക് വിലപ്പെട്ടവൻ, നീ എനിക്ക് ബഹുമാന്യൻ. ഇതാണ് ഈശോ നമ്മോട് പറയുക. പ്രിയ സഹോദര സഹോദരി, നമുക്ക് യേശുവിൻ്റെ തണലിൽ അഭയം തേടാം. യേശു തരുന്ന ആ സ്നേഹത്തിൽ ചേർന്നിരിക്കാം. യേശു നൽകുന്ന ആ ഒരു കൂട്ടായ്മയുടെ അഭിഷേകത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.
ഈ 12 സ്ലീഹന്മാർ ഒരുമിച്ച് കൂട്ടി, 12 സ്വഭാവക്കാരായവർ, 12 വ്യത്യസ്തമായ ആ ഒരു പശ്ചാത്തലമുള്ളവർ, തമ്പുരാൻ അവരെ ഒരുമിച്ച് കൂട്ടി ഒരു സമൂഹമാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ശക്തിപ്പെടുത്തി. ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുക? വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു സ്ത്രീ, ഒരു പുരുഷൻ, 2 പാരമ്പര്യങ്ങൾ, 2 ദേശത്തിൻ്റെ പാരമ്പര്യങ്ങൾ. ദൈവം അവരെ തെരഞ്ഞെടുത്തു. തമ്പുരാൻ്റെ വചനമനുസരിച്ച് നീ ഏകനായിരിക്കും നല്ലതല്ല, ചേർന്ന ജീവിത പങ്കാളിയെ ഞാൻ നൽകുമെന്നുള്ള വാഗ്ദാനത്താൽ 2 ദേശത്തു നിന്നുള്ളവരെ, 2 മാതാപിതാക്കളുടെ മക്കളെ, 2 പാരമ്പര്യമുള്ളവരെ ഒരുമിച്ച് ചേർത്ത് അവരൊരുമിച്ച് കൂട്ടി ഒരു കുടുംബമാക്കി. ആ കുടുംബത്തിൽ അവരുടെ സ്നേഹത്തിൽ നിന്ന് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഈ കുഞ്ഞുങ്ങൾ, ഈ മാതാപിതാക്കൾ ഒരുമിച്ചുള്ള ആ കുടുംബത്തിൽ, ആ കൂട്ടായ്മയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, പരസ്പരം ആദരിച്ച് ബഹുമാനിച്ച് പരസ്പരം വളർത്തിക്കൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ആ കൂട്ടായ്മ വളർന്നു വരുമ്പോൾ അതിൽ ഈശോ വളരുകയാണ്. ഇന്നേ ദിവസം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകളുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ നമ്മൾ കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിയ നമ്മുടെ കൂട്ടായ്മയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനായിട്ട്, അത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനായിട്ട്, അത് പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട്, എന്നിട്ട് തിരുത്തി കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് നമുക്ക് കൃപ ചോദിക്കാം. തമ്പുരാൻ നമുക്ക് നൽകിയ ജീവിത പങ്കാളി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ചാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം, പരസ്പരം നമ്മുടെ കരങ്ങൾ കോർത്ത് പിടിക്കാം. അതല്ല അവരകലങ്ങളിലാണെങ്കിൽ നമുക്ക് മനസ്സാലെ എല്ലാവരെയും ഒന്ന് കൂട്ടി നിർത്തുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു രംഗം നമുക്ക് കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇത് കൂട്ടായ്മയുടെ അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. ഇത് തമ്പുരാൻ പലരെ പലതരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നൊരു സമൂഹമാക്കിയിട്ട് അവരെല്ലാം പഠിപ്പിച്ച് അവസാനം തൻ്റെ മരണം വഴി അവർ ചിതറിക്കപ്പെട്ടപ്പോൾ, ജീവിതത്തിൽ അസ്വസ്ഥത വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ വന്നപ്പോൾ ചിതറിപ്പോകുന്നത് കണ്ടിട്ട് അവരുടെ പിന്നാലെ നടന്ന് 40 ദിവസം കൊണ്ടവിടെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അവർക്ക് ശക്തി കൊടുത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ഒരു സമൂഹമാക്കി ദൈവത്തിൻ്റെ ആ ഒരു കൂട്ടായ്മ അവർ വളർത്തിയ ആ ഒരു രംഗത്തെ നമുക്ക് നൽകുന്ന നിമിഷമാണ്. നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ അവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഭാവനയിൽ അവരുടെ കരങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുന്നതായിട്ടൊന്ന് ഭാവനയിൽ കണ്ടുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എമ്മാവൂസിലേക്ക് എല്ലാ പ്രതീക്ഷയും മറ്റ് ആ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നടക്കുന്ന, മുഖം മ്ലാനമായ അവസ്ഥയിൽ പരസ്പരം കലഹിച്ച് വാദിച്ച് മുന്നേറുന്ന ആ മക്കൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈശോയെ, പ്രകാശം അറ്റുപോകുന്ന അനുഭവങ്ങൾ, പരസ്പരം കലഹിക്കുന്ന നിമിഷങ്ങൾ, ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കണ്ണുകൾ മൂടപ്പെട്ട നിമിഷങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെയും പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. തമ്പുരാനെ, ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങളുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നീ കടന്നു വരണമേ. അസ്വസ്ഥപ്പെട്ട് തിരിഞ്ഞു നടന്ന, പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നടന്ന മക്കളുടെ കൂടെ അങ്ങ് നടന്നല്ലോ. ഈശോയെ, ഇന്ന് ഞങ്ങളുടെ കൂടെ നടക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ കൂടെ നടക്കണമേ. വചനത്തിലൂടെ ഞങ്ങൾക്ക് ശക്തി തരണമേ. വചനം വായിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ ദാനമായ പരിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിക്കുവാനായിട്ട്, ഓരോ ദിവസവും സാധിക്കുമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതം ആരംഭിക്കുവാനായിട്ട്, എല്ലാ ഭാരങ്ങളും ആ കുർബാനയിൽ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.